ഡീനാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ്. വെള്ളപ്പത്തിനും ദോശക്കും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ കുറുമയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml ഗ്ലാസ്സാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ് ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനോടെ എടുക്കുക. ഞാൻ വലുതായതുകൊണ്ടാണ് പകുതി എടുത്തത്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, വലിയുള്ളി, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഗ്രാമ്പു, പട്ട, ഏലക്ക, ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ. ചെറുപയർ പരിപ്പ് നല്ലപോലെ കഴുകി കുക്കറിൽ 1 കപ്പ് വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വിസിൽ വന്ന് ഒരു 5-6 മിനിറ്റോളം സിമ്മിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നല്ലതുപോലെ ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഗ്രാമ്പൂ, പട്ട, ഏലക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് 2 കീറി വെച്ച പച്ചമുളക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴേക്ക് നല്ല ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ഒഴിച്ചു കൊടുക്കുക. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള പച്ചക്കറി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. കറി നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ച് ചേർക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.